നീക്കി നോക്കാം. സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ മിക്കവരും പറയുന്ന ഒരു പരാതിയാണ്, ഉണ്ണിയപ്പത്തിന്റെ മുകളില് വിള്ളല് പോലെ വരണു, എന്നിട്ട് ഉണ്ണിയപ്പം ഒട്ടും സോഫ്റ്റ് അല്ലാണ്ടാണ് കിട്ടാന്നുള്ളത്. പക്ഷെ ഇതേപോലെ നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. പിന്നെ ഈ ഉണ്ണിയപ്പം റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 3 കൂട്ടം സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. പച്ചരിയും വേണം, ശർക്കരയും വേണം, റോബസ്റ്റോളും വേണം. സാധാരണ നമ്മുടെ നാട്ടിലേക്കും പാളയം കുടമ്പഴം വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക. പക്ഷേ റോബസ്റ്റോളം വെച്ചിട്ട് ഉണ്ടാക്കിയാലും ശരിക്കും ആ പാളയം കുടമ്പഴം വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ അതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ഓയിൽ കുടിക്കുകയും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് എടുത്തേക്കുന്നത്. അത് ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തത് സോണ മസൂർ റൈസ് ആണ് എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അത് ഇപ്പോൾ ഗ്രാമിൽ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300 ഗ്രാം റൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിൽ അരി എടുത്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രാമിൻ്റെ അളവ് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അളവ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം 300 ഗ്രാം റൈസാണ് എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ ഇപ്പോൾ ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അരി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അരി നമ്മളിങ്ങനെ കൈ കൊണ്ട് വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ ദേഹം വെച്ചിട്ട് ഒന്ന് അമർത്തുമ്പോൾ ഇതേപോലെ ഇങ്ങനെ 2ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരണം. അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അരി സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുക്കുന്നത്. പിന്നെ അരി നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തുമ്പോൾ കുറേ നേരം ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തരുത് കേട്ടോ. അപ്പോൾ ഈ അരിയുടെ ടേസ്റ്റൊക്കെ വെള്ളത്തിൽ പോകുമല്ലോ. അപ്പോൾ അരി അങ്ങനെ എടുക്കുക, 1 ഗ്ലാസ് അരി എടുക്കുക, അല്ലെങ്കിൽ 300 ഗ്രാം അരി എടുക്കുക. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് ശർക്കര വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ണിയപ്പത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ 250 ഗ്രാം തുടങ്ങിയിട്ട് 300 ഗ്രാം വരെ ശർക്കര ചേർക്കട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര ഒന്ന് അലിയിച്ചിട്ട് എടുക്കണം. അത് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര അലിയിച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറേ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര അലിയിച്ചിട്ട് എടുക്കരുത്. കാരണം ഇത് നമുക്ക് കുറച്ച് അരിയല്ലേ ഉള്ളൂ, അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല. ശർക്കര അലിയിച്ചിട്ട് എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ അലിയിച്ചിട്ട് എടുക്കണ ഈ എല്ലാ ശർക്കരപ്പായും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ വെള്ളം ചേർക്കുമ്പോൾ പറയാം, ഏകദേശം ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് ചേർത്താൽ മതി. പിന്നെ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടും ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞു കിട്ടുകയും ചെയ്യും. പിന്നെ വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ 2 റോബസ്റ്റ് പഴമാണ് എടുത്തേക്കുന്നത്. ഈ 2 റോബസ്റ്റോളം കൂടിയിട്ട് ഞാൻ അളവ് നോക്കി കഴിഞ്ഞപ്പോൾ ഇതും 250 ഗ്രാം പഴമാണ് ഉള്ളത്. കറക്റ്റ് 250 ഗ്രാം ആയിരുന്നു. അപ്പോൾ ഈ പഴത്തിൻ്റെ വലിപ്പം കണ്ടില്ലേ, അത്രയ്ക്ക് വലിയ പഴമല്ല കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾക്ക് ഇവിടെ ചില സമയത്തേക്കും ഇതിലും കുറച്ചും കൂടി വലിയ റോബസ്റ്റോളം വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ പഴമൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.25 പഴമൊക്കെ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ അളവ് നോക്കാം, ഒരു 250 ഗ്രാമാണ് ഈ പഴം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ മാവ് നമ്മൾ ഒരു 6 അല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നാട്ടിലെ വെതറിലൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തലേ ദിവസം വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ അരച്ച് വെച്ചു. പിറ്റേ ദിവസം ഒരു 10 മണിയായപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, വാമായിട്ടുള്ള സ്ഥലത്തല്ല വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറഞ്ഞത് ഒരു 6 അല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 6 അല്ലെങ്കിൽ 7 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മാവ് എടുക്കുമല്ലോ. എന്നിട്ട് അത് വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോണ സമയത്ത് അതിലേക്ക് കറുത്ത എള്ളും ചേർക്കണം, ഏലക്കായ പൊടിച്ചതും ചേർക്കണം, തേങ്ങക്കൊത്ത് വറുത്തതും ചേർക്കണം. അത് നെയ്യിൽ വറുത്തിട്ട് ചേർക്കാം. അതിനൊന്നും അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല, അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് എവിടെ നിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു ഒരു മാസം മുമ്പ്. അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ അവരുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. കാരണം അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സ്പെർട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ഉണ്ണിയപ്പം ഞാൻ ചെന്നപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 2 ഉണ്ണിയപ്പത്തിൻ്റെ ആ ചട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ഞാനും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അത് ഞാനാണ് കുറച്ച് മാവൊക്കെ ഒഴിച്ചത്.
അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം അത് നല്ല പെട്ടെന്ന് അത് നമുക്ക് വെന്തും കിട്ടുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് റെസിപ്പി ചോദിച്ചത്. അപ്പോഴാണ് അവരെനിക്കിങ്ങനെ പറഞ്ഞു തന്നത്. പക്ഷെ അവർക്ക് ഇങ്ങനെ പഴത്തിൻ്റെ കറക്റ്റായിട്ടൊരു അളവൊന്നും അറിയില്ലായിരുന്നു. കാരണം സാധാരണ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു കൈക്കണക്കായിരിക്കുമല്ലോ. അപ്പോൾ പഴം എന്തോരം ഞാൻ ചേർത്തതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, മിക്സിയിലിട്ടിട്ട് ഓരോ പ്രാവശ്യം അരി അരച്ചിട്ട് എടുത്തപ്പോഴും ഓരോ പഴം ചേർത്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു മിക്സിയിൽ ഒരുപാട് അരി ഇട്ടിട്ട് അരച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇത്രയ്ക്ക് അരി എടുത്തിട്ട് ഇതേപോലെ ഇത്രയ്ക്ക് പഴം ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് നിങ്ങൾ ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഗോതമ്പൊടി ഒന്നും ചേർക്കരുത് കേട്ടോ. കാരണം പഴം നമ്മൾ ഇത്രയ്ക്ക് അധികം ചേർക്കുമ്പോൾ ഇതിലേക്ക് ഗോതമ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ കുടിക്കും. പിന്നെ മിക്കവരും പറയുന്ന ഒരു പരാതിയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വിണ്ടു പോകണമെന്ന്. പക്ഷെ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം, എന്തായിരുന്നാലും നല്ല ടേസ്റ്റുള്ള അതിൻ്റെ മോൾ ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതേപോലെ ഈ റോബസ്റ്റത്തിന് പകരം ചെറുപഴം വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ചെറുപഴം വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുപഴം വെച്ചിട്ട് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരെ അങ്ങനെ ചെയ്തു നോക്കാം. പക്ഷേ അതിൻ്റെ അളവ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചെറിയ പഴമൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 പഴമൊക്കെ വേണ്ടി വരും. അത് പാളയംകുടം പഴം നല്ല കുഞ്ഞിതും കിട്ടും, പിന്നെ കുറച്ചുകൂടി അതിന് വലുതും കിട്ടുമല്ലോ. ഞാൻ അതിന് ചെറുതായിട്ടുള്ള പാളയംകുടം പഴം ഉണ്ട് 4 പറഞ്ഞത്. എനിക്കങ്ങനെ കറക്റ്റായിട്ട് അളവ് അറിയില്ല. പക്ഷേ ഈ റോബസ്റ്റ് പഴത്തിൻ്റെ അളവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ് 250 ഗ്രാം പഴം. അപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അലിയിച്ചിട്ട് എടുക്കാം. അപ്പോൾ ശർക്കര അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ അരി എടുത്തിരുന്ന ആ ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം ഇട്ടാണ് ചേർക്കണത്. ഇതിലേക്ക് ശർക്കരയും ചേർക്കാം. ഞങ്ങൾക്ക് സാധാരണ വലിയ ബാറായിട്ടുള്ള ശർക്കരയാണ് കിട്ടാറ്. ഈ പ്രാവശ്യം ഇതേപോലത്തെ ഇങ്ങനെ അച്ചു ശർക്കര കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പൊടിച്ചിട്ട് ചേർക്കാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്തോ. അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഇത് ഞാനിപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ ഒന്ന് കുറച്ച് വയ്ക്കും, അല്ലെങ്കിൽ വെള്ളം മുഴുവനായിട്ട് പെട്ടെന്ന് വറ്റിപ്പോവും. ശർക്കര നമുക്ക് അലിഞ്ഞ് കിട്ടുകയും ചെയ്യില്ല. ഇപ്പോൾ ശർക്കര വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് അരി അരച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിയിൽ നിന്ന് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒട്ടും വേണ്ട, കാരണം ഈ ശർക്കരപ്പാനി തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ അരിയിൽ നിന്ന് വെള്ളം നന്നായിട്ട് കളയാം. ഒരു അരിപ്പയിൽ ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞാൽ മതി. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ ഞാനിതിവിടെ 2 ട്രിപ്പായിട്ടാണ് അരച്ചിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പായിട്ട് അരയ്ക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് ഇടാം. ഇതിലേക്ക് ഒരു പഴം ചേർക്കാം. പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കണം. ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. ഒരുപാട് ശർക്കരപ്പാനി ചേർക്കരുത് കേട്ടോ, അപ്പോൾ നമുക്ക് അരി ശരിക്കും അരഞ്ഞു കിട്ടില്ല. ജസ്റ്റ് അരിയുടെ കുറച്ച് താഴെ നിൽക്കണം അത്രയ്ക്ക് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറെ പാത്രത്തിലേക്ക് പകർത്താം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തതാണ് ഈ ശർക്കരപ്പാനിക്ക് ചെറുതായിട്ടൊരു ഇളം ചൂടുണ്ടായിട്ടോ, പക്ഷെ അത് കുഴപ്പമില്ല. നന്നായിട്ട് ചൂടാറിയാലും കുഴപ്പമില്ല. ഇനി ബാക്കിയുള്ള അരിയും ഇതേപോലെ തന്നെ അരച്ചിട്ടെടുക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് ശർക്കര അലിയാണ്ട് കിടക്കുന്നുണ്ട്, അതും കൂടിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, അതിൻ്റെ കൂടാണ്ട് അടിക്കുമ്പോൾ അങ്ങോട്ട് മിക്സ് ആയിക്കോളും. കാരണം ശർക്കര നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം നമ്മൾ അരി എടുത്തതിന് ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇരിക്കണുണ്ട്, അത് കുറച്ചിങ്ങനെ വെള്ളം പോലെയായിട്ട് ഇരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞേക്കണ കറക്റ്റ് അളവിൽ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഉപ്പ് ചേർക്കാം, നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട്
അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു പരുവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലപ്പമൊക്കെ ചുടാൻ വേണ്ടിയിട്ട് മാവ് മിക്സ് ചെയ്യില്ലേ, കുറച്ച് വെള്ളം പോലെ, അതേപോലെയുണ്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. കാരണം ഭയങ്കര തിക്കായിട്ടുള്ള മാവായിട്ട് എടുക്കണ്ട, ഇഡ്ഡലി മാവിൻ്റെ പോലെ എടുക്കണ്ട, നമ്മൾ ദോശമാവിൻ്റെ പോലെ എടുക്കില്ലേ അതേപോലെ എടുത്താൽ മതി. അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. നല്ല മധുരമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നണം മധുരം കുറവ് പോലെ തോന്നണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ശർക്കരയിൽ കല്ലുണ്ടാവാറില്ല. അപ്പോൾ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് കുറച്ച് മാവും കൂടി കൂട്ടിയിട്ട് ഒന്ന് അരച്ചിട്ട് എടുത്താൽ മതി. പക്ഷേ ഇത് അത്യാവശ്യം നല്ല കറക്റ്റ് പാകത്തിനുള്ള മധുരം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ മധുരമായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. ഈ മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണല്ലോ, അപ്പോൾ ഞാനിവിടെ ഒരു 7 അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടാണല്ലോ, അപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഈ മാവ് ഒരു 7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് തേങ്ങക്കൊത്ത് വറുത്ത് ചേർക്കണം. അത് നിങ്ങൾക്ക് തേങ്ങക്കൊത്ത് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ തേങ്ങക്കൊത്ത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത് ചേർക്കണ്ട. അപ്പോൾ അതിന് പകരം കശുവണ്ടി വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി വറുത്തിട്ട് ചേർക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങക്കൊത്ത് ഇതേപോലെ നല്ല പൊടിയായിട്ട് ഇങ്ങനെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് നമുക്ക് നെയ്യിൽ വറുത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ വറുത്തെടുക്കുന്ന നെയ്യും കൂടിയിട്ട് ഈ മാവിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് കറുത്ത എള്ളു കൊടുത്തിട്ടുണ്ട്, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്കായ പൊടിച്ചെടുത്തത്, ഇത് മുഴുവനൊന്നും ചേർക്കണില്ല കേട്ടോ. കാരണം കുറച്ച് ഏലക്കായായിട്ട് മിക്സിയിലിട്ടുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കില്ല, നമുക്ക് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഇത് പൊടിച്ചിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ തേങ്ങക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഞാനത് വറുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്പച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്താകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് വറുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ക്രീമിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ നെയ്യുണ്ടത്. ഈ തേങ്ങ മുരിഞ്ഞിട്ടാണ് ആവശ്യത്തിനുള്ള നെയ്യ് ചേർക്കുക. കാരണം ഒരുപാട് നെയ്യ് ചേർക്കാൻ വേണ്ട. ഈ തേങ്ങ മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വറുത്തെടുത്തേക്കുന്ന തേങ്ങയും പിന്നെ ഈ നെയ്യും കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങക്കൊത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. എനിക്ക് തേങ്ങക്കൊത്ത് നല്ല ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങക്കൊത്ത് ഞാനിതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ണിയപ്പത്തിൻ്റെ അത് മൊരിച്ചെടുക്കുന്ന സമയത്ത് തേങ്ങ നമുക്ക് അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടില്ല. കാരണം ഈ തേങ്ങക്കൊത്തൊക്കെ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളിൽ പോയിരിക്കും. അപ്പോൾ തേങ്ങക്കൊത്ത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഞാനിവിടെ ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർക്കാം. ഈ കറുത്ത എള്ളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഇനി ഏലക്കായ പൊടിച്ചതും ചേർക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ പഞ്ചസാര കേട്ടോ, ഏലക്കായ വളരെ കുറച്ചുള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇനി ഉണ്ണിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർക്കണം. ഓയിൽ ഒഴിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഒഴിക്കണം. ഈ ഉണ്ണിയപ്പത്തിൻ്റെ മുകളിൽ നിൽക്കണം ഓയിൽ, എന്നാലായിരിക്കും ഉണ്ണിയപ്പം നമുക്ക് ശരിക്കും മുരിഞ്ഞ് കിട്ടുക. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യുക. ചിലർ നെയ്യിലേക്ക് ഉണ്ടാക്കും, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇതേപോലെ തന്നെ കുഴിയിൽ നിറഞ്ഞു നിൽക്കണം കേട്ടോ ഓയിൽ. ഇനി നമുക്ക് ഓയിൽ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിക്കാം. ഞാനിവിടെ ഇതേപോലത്തെ സ്പൂണിലിട്ട് മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ടാണ് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് താനെ അങ്ങനെ പൊന്തി വരും. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, എന്നാൽ ഓയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ടാവുകയും വേണം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കണം. ഇതേപോലെ ഓയിൽ ഇങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ മുകളിൽ നിൽക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഉണ്ണിയപ്പം നമുക്ക് ശരിക്കും മൊരിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളിലും മൊരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് തിരിച്ചിടുമ്പോൾ മാവ് ചിലപ്പോൾ പുറത്തേക്ക് പോകും. തിരിച്ചിടാം. സാധാരണ ചിലവർ പറയാറുണ്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വിണ്ടു പോകണമെന്ന്. അത് ഉണ്ണിയപ്പം സോഫ്റ്റ് അല്ലാണ്ട് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഒന്നല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ഭയങ്കര തിക്കായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും. അല്ലെങ്കിൽ നമ്മൾ എടുക്കണ അരിയുടെ ചിലപ്പോൾ കുഴപ്പം കൊണ്ടും ചിലപ്പോൾ അങ്ങനെ വരാം. ഒന്നുകൂടി നല്ല ഗോൾഡൻ കളർ ആവാനുണ്ട്. ഇവിടെ ഈ 2 കുഴിയിൽ മാവ് ഒഴിക്കുമ്പോൾ പിടിക്കുന്നുണ്ട്. അതെന്താണാവും. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മളിപ്പോൾ പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിലും ഓയിൽ കുടിക്കുന്നില്ല കേട്ടോ ഉണ്ണിയപ്പം. ഞാനിവിടെ തീ ഒന്ന് കൂട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കൈമേക്ക് ഭയങ്കരമായിട്ട് ചൂടടിക്കും. ഞാൻ എൻ്റെ ബർണർ കുറച്ച് വലിയ ബർണർ അത് ഉപയോഗിച്ചിട്ട് കുറച്ചധികം നാളായിട്ടുണ്ടല്ലോ. 2-3 എണ്ണം കുഴിയിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിയായിട്ട് വരികയായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല, അത് ആ കുഴിക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി നല്ലൊരു ഗോൾഡൻ കളർ ആവണം. എന്തായാലും ഉണ്ണിയപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാണ്. ഇനി നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയാൽ മതി. നല്ലൊരു കളർ കിട്ടണം, അപ്പോഴായിരിക്കും ഉണ്ണിയപ്പം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഉണ്ണിയപ്പം ഓൾറെഡി വെന്തിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കളർ മാറി കഴിഞ്ഞാൽ പെട്ടെന്നാണ്ട് കളർ മാറില്ല, അതിന് ഒരുമിച്ച് മാറും. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. ഓയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഇത് ഇങ്ങനെ അടിയിൽ പിടിച്ചിട്ട് ഇരിക്കുന്നത്. ഇതൊരു അനുസരണയില്ലാത്ത കുടിയാണ്. അത് നാശമായിട്ടുണ്ട് ഉണ്ണിയപ്പം, കരിഞ്ഞിട്ടുണ്ട്. മാറ്റും, വലിയ കുഴപ്പമില്ല. അയ്യോ, അത് ഞാൻ എടുത്ത് മാറ്റണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മിക്കവരും പറയുന്ന ഒരു പരാതിയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വിണ്ടു വരുമെന്ന്, ഇതേപോലെ ഇങ്ങനെ സോഫ്റ്റായിട്ട് വരണില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ഉണ്ണിയപ്പമാണത്. ഇത് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനാണെങ്കിലും നല്ല എളുപ്പമുണ്ടല്ലോ. റോബസ്റ്റോടെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര മധുരം കൂടുതലൊന്നുമില്ല, അത്യാവശ്യം മധുരമുള്ളൂ. ഇടയ്ക്ക് തേങ്ങ കൊത്തൊക്കെ അടിക്കുന്നുണ്ട്, അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്.